ഈ മനോഹരമായ ആരാധനയിൽ ഇപ്രകാരം അല്പസമയം നിങ്ങളോടൊപ്പം കർത്താവിന്റെ ദാസനോടും സഭയോടും ചേർന്ന് ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം ഭയത്തോടും വിറയലോടും വളരെ ഹമ്പിളുമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ആരാധനയിൽ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൽ വളരെ വിടുതലായി. എനിക്ക് പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ വളരെ ആത്മാവിൽ ആനന്ദിപ്പാനും ആരാധിപ്പാനും ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദാസൻ സഭയുടെ ശുശ്രൂഷനും ഈ സഭയും ഞാൻ പലപ്പോഴും അതേ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രദർ കാനഡയുള്ളത് ബ്രദർ ഷാഫി എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. ഞങ്ങൾ പലപ്പോഴും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം അത് കേൾപ്പാനിടയായി തീർന്നു. തുടർന്ന് സംസാരിച്ച് നല്ലതായിരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം ഇത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശക്തിയോടും പ്രൈസ് ദി ലോർഡ് അഭിഷേകത്തിലും ദൈവത്തിൻ്റെ ദൂത് സംസാരിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് സാധാരണ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പ്രയാസം അറിയത്തുള്ളൂ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബട്ട് യെറ്റ് I really want to thank God for this opportunity. Briefly, I just want to share what the Lord has spoken to me this morning. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ഈ ചർച്ച് അനുഗ്രഹിക്കപ്പെടാൻ കാരണം നമ്മൾ കേട്ടതുപോലെ വളരെയധികം ആരാധനയ്ക്ക് ഇത് പ്രയോറിറ്റി കൊടുക്കും, മുൻഗണന കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് സഭയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് വളരെയധികം പ്രാർത്ഥനയ്ക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വളരെയധികം ഇൻറ്റർസെസറി പ്രെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനപ്രകാരം ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വചന ശുശ്രൂഷയ്ക്കും വളരെ ഇമ്പോർട്ടൻസ് ഈ സഭയിൽ കൊടുക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ഇപ്രകാരം രണ്ട് വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരു ദൈവ പൈതലിൻ്റെ പൊസിഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ അത് ആരെയും ഓർപ്പിക്കുണ്ടായി. നമ്മുടെ പൊസിഷൻ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനായി മാറി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ഒബ്ജക്റ്റീവ് ഇപ്പം എന്താണ്? ഭൂമിയുള്ളതല്ല. നമ്മുടെ ലക്ഷ്യമൊന്നും ഭൂമിയുള്ളതല്ല. പിന്നെ എവിടെയാണ്? ഉയരത്തിലുള്ളതാണ്, സ്വർഗത്തിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം മുഴുവനും ഉയരത്തിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല താഴെ അതിൻ്റെ 11ാമത്തെ വാക്യം അതിപ്രധാനമായൊരു വാക്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ, സഭ എന്നുള്ളത് ഒരു പുതിയ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് സഭ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഹാൻഡി വർക്കാണ് സഭ. ഇതല്ലാതെ ദൈവത്തിന് വേറൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിന് ദൈവത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സാക്ഷി അവൻ്റെ ശരീരമാകുന്ന സഭയാണ്. ശരീരമാകുന്ന സഭയുടെ തേജസ്, ശരീരമാകുന്ന സഭയുടെ മഹത്വം, ശരീരമാകുന്ന സഭയുടെ വിളി, ശരീരമാകുന്ന സഭയുടെ ഉന്നതമായ പദവികൾ നമ്മൾ പഠിച്ചാൽ ഇതുപോലെ വേറൊന്നും ലോകത്തിലില്ല. അതുകൊണ്ടാണ് കർത്താവ് ദിസ് ഇസ് മൈ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്നറിയാമോ? സകല അധികാരങ്ങളും സകല വാഴ്ചകൾക്കും സകല നാമത്തിനും മീതെ ഇരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകലത്തെയും യൂണിവേഴ്സിനെ നിറയ്ക്കുന്നവനും സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ശരീരമാകുന്ന സഭ, അതാണ് സഭ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ശരീരമാകുന്ന സഭയിൽ എന്തുകൊണ്ടെന്നറിയാമോ? സകലത്തിൻ്റെ നിറവ് ശരീരമാകുന്ന സഭയിലാണ്. ആ സഭയാണ് നമ്മളെങ്കിൽ ഇന്ന് പകൽക്കാലം there should be no lackings, there should be nothing hallelujah short. അത് കുറവ് ഒന്നുമില്ല. എന്താണെന്ന് അറിയാം? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭയെങ്കിൽ, സകലത്തെയും നിറയ്ക്കുന്നവൻ സകലത്തിനും തലയാണെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ സകലവും കീഴ്പ്പെടുമെങ്കിൽ ദൈവപൈതലേ ദൈവ ശരീരത്തിന്റെ കർത്താവിന്റെ ശരീരത്തിന്റെ അധികാരം, അതിന്റെ പവർ, അതിന്റെ മഹത്വം നമുക്കൊന്ന് വെളിപ്പെടുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ എന്തില്ലെന്ന് അറിയാമോ? അവിടെ യഹൂദനില്ല, യവനില്ല, നോ നാഷണാലിറ്റി അതിനകത്ത് ഇല്ല. ഇതൊരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, അവിടെ പരിച്ഛേദനയില്ല, അഗ്രഹമില്ല, അവിടെ റിലീജിയൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. റിലീജിയസ് ഫങ്ഷൻ ഒന്നും അതിനകത്തില്ല. മൂന്ന്, അവിടെ പറഞ്ഞ ശകനും ദാസനും ഇല്ല, അവിടെ റേസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ക്ലാസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്നുമില്ല, അവിടെ സ്വാതന്ത്ര്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തില്ലെന്നറിയാമോ? ദാസനില്ല, അത് മാത്രം അവിടെ ജെൻഡർ ഇല്ല, സ്ത്രീ ഇല്ല, പുരുഷനില്ല. അവിടെ എന്താണെന്നറിയാമോ? എല്ലാവരിലും എല്ലാം കർത്താവ് യേശു ക്രിസ്തു ആകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരിലും എല്ലാം ക്രിസ്തുവാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരിലും എല്ലാം ക്രിസ്തുവായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറവും ഉണ്ടാകത്തില്ല. പ്രോസ്പെരിറ്റി കുറവുണ്ടാകത്തില്ല, പീസിന് കുറവുണ്ടാകത്തില്ല, ഹ്യൂമിലിറ്റിക്ക് കുറവുണ്ടാകത്തില്ല, പവറിന് കുറവുണ്ടാകത്തില്ല, ഹീലിംഗിന് കുറവുണ്ടാകത്തില്ല, ഒന്നിനും കുറവില്ല. കാരണം എല്ലാറ്റെയും നിറയ്ക്കുന്നവനെ നിറവാണ് കർത്താവ്. ആ കർത്താവിനെ കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ when we are filled with this Christ there will be no lackings. Praise the Lord. Praise the Lord. എന്തുണ്ടാകണം? കർത്താവിനാൽ ഞാൻ ഇന്ന് പൽക്കാലം ചോദിച്ചോട്ടെ, നമ്മൾ ഇത്രയും നാളും വിശ്വാസത്തിൽ വന്നു, അനുഗ്രഹം പ്രാപിക്കും. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സഭ ഇവിടെ ഇല്ല. എന്നാൽ എല്ലാവരിലും എല്ലാം കർത്താവാണോ? യേശുവാണോ? ദാറ്റ്സ് എ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ചുരുങ്ങിയ വാക്കുകൊണ്ട് എൻ്റെ വാചനം കൊണ്ട് സമയത്തിനുള്ളിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടതായ ആരാധനയെക്കുറിച്ച് ദൈവദാസൻ പറഞ്ഞു. സഭയെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് പറയണം, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ സഭ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം. എപ്പോഴും യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് മാത്രം പറയാ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വെളിപ്പാട് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പരിജ്ഞാനം ലഭിക്കണം. എന്താണ്? നമ്മൾ ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായം എന്താണ് വായിക്കുന്നത്? അതിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം മുതൽ, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലുവെന്ന് എത്ര പേര് ആസ്വദിച്ചിട്ടുണ്ട്? ആസ്വദിക്കുക. You taste and see the Lord is good. Hallelujah. Hallelujah. ഇത്ര നല്ലവനെ ഒരു കർത്താവ് വേറെ എവിടെയുണ്ട്? Praise the Lord. Praise the Lord. ഇന്ന് രാവിലെ I was with the Lord for hours on my knees alone in the room enjoying the Lord. I praised him. I wept before him. I read his word. I worshipped him. You know why? Because I taste him. So he's so good. He's so good. He's so good. Taste him, see, he's good. Hallelujah. Hallelujah. Just say, you're like sweets very much. Especially Malayalis, we like sweets very much. Hallelujah. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും എന്താണ് സ്വീറ്റ്. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഇതുപോലെ ലവ്ലി ആയിട്ടുള്ളതായ, ഇതുപോലെ ഗുഡ്നെസ് നിറഞ്ഞതായ, ഇതുപോലെ മേഴ്സിഫുൾ ആയ, ഇതുപോലെ കമ്പാഷനറ്റ് ആയ, ഇതുപോലെ പ്രൈസ് ദി ലോർഡ് നല്ലവനായ ഒരു വ്യക്തി എവിടെ കാണാൻ കഴിയും? എവിടെ കിട്ടും? ഹല്ലേലൂയ. There's nowhere else we go. ഞാൻ റാന്നിയിലാണ് എൻ്റെ സ്വദേശം. ആയിരങ്ങൾ 10,000 കോടികളെ കണ്ടു. ആ ദിവസങ്ങളായിരുന്നപ്പോൾ അവരെല്ലാം ദൈവത്തെ കാണാൻ പാദരക്ഷയില്ലാതെ കറുത്ത വസ്ത്രവും ധരിച്ച് ചുമടും ധരിച്ചു പോവുകയാണ്. അവരോട് ചോദിച്ചു നോക്കിയേ, have you tasted the Lord? They will say no. How many times did you come this place, this pilgrimage? They may say many times. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ചോദിച്ചാൽ പറയുന്ന, ഞാൻ എൻ്റെ യേശുവിനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അവൻ ദയാലുവാണ്. അവൻ ദയാലുവാണ്. അവൻ എന്റെ പാപത്തെ ക്ഷമിച്ചു തന്നു, എനിക്ക് സമാധാനം തന്നു. ഹല്ലേലൂയ. ജീസസ് ഈസ് ഗുഡ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹല്ലേലൂയ. മനുഷ്യ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പന്തക്ക വിശുദ്ധ പുരോഹിതവർഗമാകണമെന്ന് പണിയപ്പെടുന്നു. What is the church? What is the church? ചർച്ച് എന്ന് എന്താണ്? ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്, പത്രോസ് പറയാണ്, ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഗ്രഹമാണ്. Praise the Lord. It's a spiritual house. Praise the Lord. ഒരു സ്പിരിച്വൽ ഹൗസ് ആണ്. ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ ഹൗസിൽ നടക്കേണ്ടതായ അറ്റ്ലീസ്റ്റ് 5 things
ഇന്ന് കർത്താവ് ദാസൻ എന്നൊക്കെ പറഞ്ഞല്ലോ ആ പ്രൈസ് സഭയെക്കുറിച്ച്, സഭയുടെ മഹത്വത്തെക്കുറിച്ച് ഹഗായിയുടെ പ്രവചനത്തിലെടുത്ത് നമ്മൾ വായിച്ചു. എന്നാൽ മിനിമം 5 കാര്യങ്ങൾ ഈ പറഞ്ഞ് ചുരുക്ക നിമിഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പാണ്. നമ്പർ 1, സ്പിരിച്വൽ ഹൗസിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി ആർക്കെന്നറിയാമോ? യേശുക്രിസ്തു കർത്താവാണ്. യേശുക്രിസ്തു കർത്താവായിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: മനുഷ്യ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലാണവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തള്ളിയതാണെങ്കിലും എന്താണെന്നറിയാം? ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആരെന്നറിയാമോ? അവൻ മാന്യനും ശ്രേഷ്ഠനുമാണ്. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം. ഒരു കോൺഫറൻസ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഡോക്ടർ, വലിയൊരു പ്രാസംഗികനും ബൈബിൾ കോൺഫറൻസ് ടീച്ചറും ഒക്കെയാണ് ഡോക്ടർ മൈൽസ് മൺറോ. നിങ്ങൾ കേട്ട് കാണും. അത് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ഹോംവർക്ക് തരികയാണ്. 3 വാക്കിൽ നിങ്ങളുടെ കൺവിക്ഷൻ എന്താണെന്ന് എഴുതി വെക്കണം. അത് വലിയ പ്രയാസമാണ്. 3 വാക്കിൽ നമ്മുടെ കൺവിക്ഷൻസ് എങ്ങനെ എഴുതി വെക്കുന്നത് അല്ലേ? വലിയ പ്രയാസം. 10 pages we can write. ഞാനിത് വിശ്വസിക്കുന്നു, ഞാൻ പാപിയാണ്, ദൈവം ഒരുവനാണ്, സൃഷ്ടിച്ച ദൈവമാണ്. നമുക്ക് അനേക കൺവിക്ഷൻസ് ഉണ്ട്. എന്നാൽ 3 വാക്കിൽ എങ്ങനെ എഴുതുന്നേ? ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ വായിച്ചതിനെ കുറിച്ച് ചിന്തിച്ച് എങ്ങനെയാണ് 3 words, how can I write my convictions? Then I came across this in 3 words. I wrote my conviction. You know what is my conviction? 3 words. Jesus is Lord. How many of you believe that? 1 Corinthians 12 പറഞ്ഞ ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരൊറ്റ മനുഷ്യനും യേശുക്രിസ്തു കർത്താവെന്ന് പറയാൻ ഒക്കത്തില്ല. പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയാണ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ അനുഭവം ഒരു ദൈവവേദന മനസ്സിലാക്കണം: യേശുക്രിസ്തു കർത്താവെന്ന് വിശ്വസിക്കും. റോമർ 14 പറഞ്ഞ ഇപ്രകാരമാണ്: മരിച്ചവർക്കും ജീവനുള്ളവർക്കും യേശുക്രിസ്തു കർത്താവാകാനാണ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവ പൈതലേ, ഞാൻ നിങ്ങളോട് പറയാം, സകല മനുഷ്യരും സകല നാവും ഒരിക്കൽ മുട്ടുമടക്കി യേശുക്രിസ്തു കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് യേശുക്രിസ്തു കർത്താവെന്ന് വിശ്വസിപ്പാൻ ഇടയായി തീർന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ വിഷയം. യേശുക്രിസ്തു കർത്താവാണ്. Praise the Lord. Jesus is Lord. രണ്ടാമതായിട്ട് അത് മാത്രമല്ല, ആത്മീയ ഗ്രഹത്തിൽ നടക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആത്മീയ ഗ്രഹത്തിൽ നമ്മൾ വന്ന് എല്ലാ ശുശ്രൂഷ ചെയ്താലും അത് ദൈവത്തിന് പ്രസാദമാകണം. മസ്റ്റ് ബി അറ്റ് ഗോഡ്സ് ഡിലൈറ്റ്. ദൈവത്തിന് ഡിലൈറ്റ് ഉണ്ടാകണം. അനേക ആരാധന ചെന്നാൽ, അനേക സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ, ആരാധന സ്ഥലത്ത് ചെന്നാൽ നമുക്കും ഡിലൈറ്റ് ഇല്ല, ദൈവത്തിനും ഡിലൈറ്റ് ഇല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പാട്ടുകളൊക്കെ ആരാധനയെ റിലേറ്റ് ചെയ്തതായ എക്സോട്ടേഷൻസും പാട്ടുകളും പ്രാർത്ഥനയും കേട്ടപ്പോൾ എനിക്കിതിനെ ആരാധിപ്പാൻ കഴിഞ്ഞു. I was delighted. I can go and testify everywhere. Hey, I was so delighted in that worship. Dubai, I got a time. Hallelujah. This morning, pastor told me, when you come here, call me. But this morning only I called. I thought, should I call? Should I go anywhere? I want to sit at home. I want to just spend my time with the Lord. Then after 10 o'clock, I called him and said, I'm here. I said, come. വന്നത് എനിക്ക് അനുഭവം കാണുമെന്നാണ്. എൻ്റെ ആത്മാവിനൊരു ഡിലൈറ്റ് ആയിരുന്നു. ദൈവ പൈതലേ, ആത്മീയ ഗ്രഹത്തിൽ നമ്മൾ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയത്തിന് പ്രസാദമാകണം. അത് ദൈവത്തിന് പ്രസാദമാണ്. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ, കൈയടിച്ചപ്പോൾ, സ്തോത്രം പറഞ്ഞപ്പോൾ, ഡാൻസ് ചെയ്തപ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷമാണ്. ആത്മീയ ഗ്രഹത്തിൽ നടക്കുന്നതെല്ലാം അവന് പ്രസാദമാകണം. 3 പ്രൈസ് ദി ലോർഡ് എന്താണെന്ന് അറിയാമോ? അത് മാത്രമല്ല, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, അവൻ പ്രസാദമുള്ള ഒരു ആത്മീയാകും എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സഭ വചനം പറഞ്ഞ പ്രകാരമാണ്: എൻ്റെ നാമത്തിൽ 2-3 പേര് എവിടെ കൂടുന്നാലും ഇത് റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനെ പ്രതിനിധീകരിക്കുകയാണ്. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയ ഗ്രഹത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ആരെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെയാണ്. നമ്മൾ ആരാണ്? ഞാൻ പറഞ്ഞു ആരാണ്. എൻ്റെ പേര് ജെയിംസ് എബ്രഹാം എന്നാണ്.
ജെയിംസ് എബ്രഹാമിനെ ഇപ്പോൾ കാണണമെങ്കിൽ എവിടെ കാണുന്ന അറിയണം? ഡാളസ് എന്ന കാണത്തില്ല, ഇന്ത്യ ചെന്ന കാണത്തില്ല. Wherever my body is, there James Abraham will be. അപ്പോൾ യേശുവിനെ എവിടെ കാണുന്നത് ഇന്ന്? Wherever his body is, there is Jesus Christ. കാരണം ആ ബോഡി ആരുടേതാ? ആരുടെ ബോഡിയാണിത്? യേശു ക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ട് കർത്താവ് 2-3 പേർ, when 2 or 3 comes there, wherever in my name, there I am there, because you are my body. You are my body. Praise the Lord. നമ്മൾ ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി എന്തിനാണ്? ദൃശ്യനായ നോക്കണം, അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമായ ഒരു ബോഡിയുടെ ആവശ്യം എന്താണ്? നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൽ ചെന്നാൽ ഒരാൾക്കേ ബോഡി ഉള്ളൂ. ആർക്കെന്നറിയാമോ? യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ചെന്നാൽ പിതാവിന് ബോഡിയില്ല, ദൂതന്മാർക്ക് ബോഡിയില്ല. എന്നാൽ ആർക്കൊരു ബോഡിയുണ്ട്? യേശു ക്രിസ്തുവിന്. അവൻ കണ്ട ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്ത് തൊട്ട് നോക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. അടയാളമുണ്ട്. എന്റെ ശരീരത്തിൽ എന്തുണ്ട്? പാടുണ്ട്. ആ ശരീരമാണ് പോയത്. യേശു ക്രിസ്തുവിന് മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ ശരീരമുണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു പറയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രൈസ് ദി ലോർഡ് രാജ്യത്തിൽ മേശയിൽ ഇരിക്കുമ്പോൾ നിങ്ങളോടുകൂടെ ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും. യേശുവിന് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു ശരീരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ റെപ്രസെന്റേഷൻ ആണ്, ബോഡിയാണ് നമ്മൾ. അപ്പൊ 2-3 പേർ എവിടെ കൂടി വന്നാലും അവിടെ എന്തുണ്ട്? യേശുവിടെ മധ്യത്തിലുണ്ട്. യേശുവിന്റെ ശരീരമാണ്. എന്തിനാണ് ദുബൈയിൽ യേശുവിന്റെ ശരീരം? എന്തിനാണ് ഷാർജയിൽ യേശുവിന്റെ ശരീരം? എന്തിനാണ് അബുദാബിയിൽ യേശുവിന്റെ ശരീരം? എന്തിനാണ് കുവൈറ്റിൽ യേശുവിന്റെ ശരീരം? ലോകം കാണണം യേശുവിനെ ശരീരത്തിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 14 വായിക്കുന്ന പ്രകാരം, അവിശ്വാസി ഒരുവൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അവൻ പറയണം, ദൈവം നിങ്ങളുടെ നടുവിൽ. അവൻ കവണുവിനോട് പറയണം, ദൈവം അവിടെ ഉണ്ട്. ഇന്ന് ദൈവത്തെ കാണാൻ ഓടി നടക്കുന്ന ജനങ്ങൾ ദൈവത്തെ കാണാൻ എവിടെയാണ്? ശരീരത്തിലാണ്. അപ്പോൾ ശരീരത്തിന്റെ ഉപയോഗം എന്താണ്? ശരീരത്തിന്റെ വിളി എന്താണ്? ഈ ശരീരത്തിന്റെ പ്രാധാന്യം എന്താണ്? യേശുവിനെ പ്രതിനിധീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 4-മതായിട്ട് എന്താണെന്നറിയാമോ? ഈ ആത്മീയ ഗ്രഹത്തിലുള്ള വേറൊരു കാര്യം, അവിടെ ജീവനുണ്ട്, വിടുതലുണ്ട്. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയായി തീർന്നു? ജീവനുള്ള കല്ലായി. വിടുതൽ വേണം. അന്ധകാരത്തിൽ നിന്ന് അല്പപ്രകാശം, വിടുതൽ. ആത്മീയ ഗ്രഹം കൂടി വരുന്നിടത്ത് എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. വിടുതലുണ്ട്, ജീവനുണ്ട്. എന്തിനാണ് നമ്മൾ ആരാധിച്ചത്? നമ്മൾ കേട്ടല്ലോ. എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. എന്നാൽ ചിലർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയാമോ? ആരാധന സ്ഥലത്ത് വരുമ്പോഴത്തേന് അവർക്ക് വലിയ പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സമയത്ത് അങ്ങനെയായിരുന്നു. ഒരിക്കൽ കർത്താവ് ദേവാലയത്തിലേക്കൊന്ന് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. കർത്താവിന് സ്വർഗത്തിന് വരേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിൻ്റെ ശരീരമാണ്. 2 മണി കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ ശരീരം കർത്താവ് ഇവിടെ ഉണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പഴയ നിയമത്തിൽ ആലയം ഉണ്ടായിരുന്നു. അവിടെ വല്ലപ്പോഴും അവർ പോകത്തുള്ളായിരുന്നു. ഒരിക്കൽ യേശു വന്നപ്പോൾ അങ്ങോട്ട് പോയി ദേവാലയത്തിലേക്ക്. എന്താ കണ്ടെന്ന് അറിയാമോ? 21-ാം അധ്യായം 12-ാം വാക്യം. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ആരെ കണ്ടു? വിൽക്കുന്നവരെയും കൊള്ളുന്നു. ഇതാണ് ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ നടക്കുന്നത് ദേവാലയത്തിൽ? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ചർച്ച്, ഇൻ ദി ടെമ്പിൾ? പ്രൈസ് ദി ലോർഡ്. എന്താ നടക്കേണ്ടത്? എന്താണ് നടക്കുന്നത്? എന്താണ് നോക്കിക്കേ. അപ്പൊ യേശു എന്ത് പറയാണ്? പ്രൈസ് ദി ലോർഡ്. യേശു എല്ലാം മാറ്റിട്ട് പറയാണ്, എന്റെ പ്രാർത്ഥനാലയം, എന്റെ ആലയം എന്താണ് അറിയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആത്മീയ ഗ്രഹം എന്താണ്? ആത്മീയ ഗ്രഹം വരുമ്പോൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥനാലയമാണ്. അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന ഈസ് സോ ഇമ്പോർട്ടന്റ്. പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ദൈവത്തിന്റെ ആലയത്തിന്റെ പേര് തന്നെ പ്രാർത്ഥനാലയം എന്നാണ് എന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത വാക്യം. അത് മാത്രമല്ല, അവർ ഗുഹയാക്കി തീർത്തു. അവിടെ ആര് വന്നെന്നറിയാമോ? കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവിടെ അടുക്കൽ വന്നു. അവനവരെ സൗഖ്യമാക്കി. എന്താണ് ആത്മീയ ഗ്രഹം? ജീവനും വിടുതലും. ആരാണ് വന്നത്? ആരാണ് വന്നത്? അവിടെ ആരാണ് വന്നത്? കുരുടന്മാരും മുടന്തന്മാരും. ഇന്ന് അനേക ക്രിസ്ത്യൻസ് കുരുടന്മാരും മുടന്തന്മാരും അവൻ നടക്കുക. അവരെവിടെ വരണം എന്നറിയാമോ? ജീവൻ പ്രാപിക്കേണ്ടതിന് എവിടെ വരണം? അവന്റെ അടുക്കൽ വരണം. ജീവൻ പ്രാപിപ്പാൻ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവോട് പറയാണ് ജോൺ 5:40 പറയാണ്, ജീവൻ പ്രാപിപ്പാൻ
എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് പ്രാപിക്കും? ജീവൻ പ്രാപിക്കും. ദൈവ പൈതലേ, നമ്മൾ കേട്ടതുപോലെ പുനരുത്ഥാന ജീവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവൻ എന്ത് ജീവനാണ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ മരിച്ചുടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരം ഒന്ന് ജീവിക്കണം, നമ്മുടെ പ്രാണൻ ഒന്ന് ജീവിക്കണം, ആത്മാവ് ജീവിക്കണം. കാരണം നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? ജീവന്റെ ഉറവയാകുന്ന ക്രിസ്തുവിലേക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എന്തുണ്ട്? ജീവനുണ്ട്, ജീവനുണ്ട്, ജീവനുണ്ട്. അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവനുള്ള കല്ലായി മാറണം. നമ്മുടെ മരണം മാറണം, ക്ഷീണം മാറണം, രോഗം മാറണം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഞാനും അത് പറയാറുണ്ട്. മോസസ് പറഞ്ഞതാണ് 70-80. കാരണം മരുഭൂമിയിൽ കർത്താവ് പറഞ്ഞു 40 കൊല്ലത്തിക്കുള്ള ആരും ജീവിക്കത്തില്ല. അവിടെ 40 + 40 80. അത് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ എല്ലാവരും പട്ടുപോകുമെന്ന് പറഞ്ഞായ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ 80 കൊല്ലം ജീവിക്കത്തുള്ളെന്ന്. നമ്മളെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് എന്താ? പുനരുത്ഥാന ജീവൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്? നമ്മൾ കേട്ടതുപോലെ ഈ പുനരുത്ഥാന ജീവൻ, ഈ മർത്യസ്, പൗലോസ് അപ്പോസ്തലൻ 2:4 പറയാണ്, എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കേണ്ടതിന് വേണ്ടി, എൻ്റെ മർച്ച ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കേണ്ടതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? മരണത്തിനെ ഏൽപ്പിക്കുന്നു. ഞാൻ അവൻ്റെ മരണം വഹിക്കുന്നു. അപ്പോൾ എന്നിൽ മരണം വ്യാപരിക്കുന്നു, നിങ്ങൾ ജീവൻ വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ ദൈവം പകർന്നിരിക്കുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്നതിനാൽ, അവന്റെ ആത്മീയ ഗ്രഹത്തിൽ കടന്നു വന്നതിനാൽ നമുക്ക് ലഭിച്ചായ ഒരു വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവനുള്ളവരായി തീർന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലൈഫ്, ലൈഫ്, ലൈഫ്. ഹല്ലേലൂയ. ജീവൻ, ജീവൻ, ജീവൻ. ഇന്ന് പകൽക്കാലം ജീവൻ നമ്മളേക്ക് വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. അവിടെ വന്നവരെല്ലാം എന്തുവായി? കുരുടന്മാരും മുടന്മാരും അവിടെ ഒന്ന് എന്തുവായി? അവരെ സൗഖ്യമാക്കി, അവരെ സൗഖ്യമാക്കി, അവരെ സൗഖ്യമാക്കി. ആര് സൗഖ്യമാക്കി? കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? താഴോട്ട് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പരീശന്മാരും ശാസ്ത്രിമാരും അവന്റെ അത്ഭുതങ്ങളെയും ദാവീദ് ഘോഷണ ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അനേക സ്ഥലങ്ങളിൽ ആത്മീയ ആരാധന നടക്കുന്നത്, ജീവനും വിടുതലും പകരുന്ന കാണുമ്പോൾ ഇന്ന് അനേകർക്ക് നീരസമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്? അവിടെ എന്തുകൊണ്ടാണ് ജീവൻ വ്യാപരിക്കുന്നത്? വെളിച്ചുകൊണ്ടിൽ എന്ത് വരുമെന്നറിയാമോ? എന്തുണ്ടാകും? നമ്മുടെ നാട്ടിൽ നിന്ന് വിളക്കൊന്ന് കത്തിച്ചു വെച്ച് പുറത്ത് വിളക്കത്ത് എന്ത് വരുമെന്നറിയാം? ഈയൽ വരും. പ്രൈസ് ദി ലോർഡ്. ജീവനോട് ആൾക്കാർ വരും. എവിടെ വരും എന്നറിയാമോ? ജീവനുണ്ടോ അവിടെ വരും. 2012-നെക്കാളധികം 2013 ഇവിടെ ആൾക്കാർ വരണമെങ്കിൽ ഇവിടെ ജീവൻ വെളിപ്പെടണം. ഇവിടെ അത്ഭുതം. അവിടെ പറയണം, കുരുടന്മാർ കാഴ്ച പ്രാപിക്കണം, മുടന്തന്മാർ ഇവിടെ നടക്കണം. ആൾക്കാർ കേട്ട് പറയാം, അവിടേക്ക് പോകേ, അവിടേക്ക് പോകേ, അവിടേക്ക് പോകെ. എന്താണ്? അവിടെ ജീവനുണ്ട്. മനുഷ്യൻ എന്താണ് ആവശ്യം? ജീവനാണ് ആവശ്യം. ജീവൻ ഇവിടെ ലഭിക്കും. ഹല്ലേലൂയ. ജീവന്റെ ഉറവയെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിച്ചാൽ, യേശു പറഞ്ഞു, എന്നെ ഉയർത്തിയാൽ സകലരെ ഞാൻ ആകർഷിക്കും. യേശുവിനെ ഉയർത്തിയാൽ, ദൈവസഭയെ, ഈ ദൈവസഭ യേശുവിനെ ഉയർത്തിയാൽ, കർത്താവിനെ ഉയർത്തിയാൽ, ഇവിടെ യേശു ക്രിസ്തു കർത്താവാണെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാകും. ഇവിടെ ജനങ്ങൾ കടന്നു വരും, ജീവൻ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. കുടുംബങ്ങളുടെ കണ്ണ് കാണും, ചെകിട ചെവി കേൾക്കും, മുടന്തമാർ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ദലാരബ സന്തലാരബ അദലാരക ജുദലാരബ സന്തല. ജീവൻ വ്യാപരിക്കണം, ജീവൻ. ഹല്ലേലൂയ. ജീവൻ ഉണ്ടാകും. ഇവിടെ എന്താ വായിക്കുന്നത് അറിയാമോ? ചിലർ നീരസപ്പെട്ടു. ചിലർ എന്തിനാ ഉറക്കെ ആരാധിക്കുന്നത്? എന്തിനാ ഉറക്കെ ഹല്ലേലൂയ പറയുന്നത്? ഉറക്കെ എന്തിനാ അന്യഭാഷ പറയുന്നത്? ആരാധനയുടെ ആവശ്യം എന്താണ്? ഇതിനൊന്നും വേണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് പെന്തിക്കോസ്ത് ലോകം, ഇന്ന് ദൈവമക്കളെ ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് ആരാധന, മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കാണ് വില. അവിടെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്, പാസ്റ്റർ എത്ര മിനിറ്റ് പ്രസംഗിക്കണമെന്ന്, പാസ്റ്റർ എന്തോ പ്രസംഗിക്കണമെന്ന് അവർ പറയും. ഇത് പ്രസംഗിച്ചാൽ മതി പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇത് കേട്ടാൽ മതി, ഇതിനപ്പുറം ഒന്നും പ്രസംഗിക്കേണ്ട. ഞങ്ങൾ 6 ആഴ്ച ജോലി ചെയ്തിട്ട് ഈ ദശാംശത എന്തിനെന്നറിയാമോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രസംഗിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീരസം ഉണ്ടായി. ആർക്കാ നീരസം ഉണ്ടായ? പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും. അവർ പറയാണ്, എന്താ കർത്താവ് പറഞ്ഞത് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. താഴോട്ട് എന്താ വായിക്കുന്നത്? ഞാനത് വായിച്ചോണ്ട് നിർത്താം. അവൾ കർത്താവ് പറയാണ് യേശുവരോട്, ഊഹ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്താണ്? ശിശുക്കളുടെയും മൂലകരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ദൈവം ഓർഡൈൻ ചെയ്തതാണ്.
ഇത് ദൈവം അപ്പോയിന്റ് ചെയ്തതാണ്. ഇത് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. ഇത് ഇസ്രായേലിന് ഒരു വ്യവസായം കൊടുത്തിരിക്കുന്നതാണ്. അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് അവർ ദേവാലയത്തിലേക്ക് പോകും. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ എന്റെ ആത്മാവ് സന്തോഷിച്ചു. എന്റെ പാദങ്ങൾ യെരൂശലേമേ നിന്നെ നടുവിൽ നിൽക്കുന്നു. അവിടെ ഗോത്രങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവ ഇത് ഉപകാരങ്ങൾക്ക് തക്കൊണ്ട് ഞാൻ എന്ത് പകരം ചെയ്യും? ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവനെ സ്തുതി എന്റെ മേലിരിക്കും. എന്മേൽ യഹോവ വാഴ്ത്തുക. ഞാൻ ജീവനുള്ള കാലത്തെല്ലാം അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയാണ്, നമ്മൾ സ്തുതിച്ചില്ല എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞറിയാം, കല്ലുകളാർക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മലയാളികളായ നമ്മളെ പോലെ ശ്രേഷ്ഠന്മാർ, വചനം പ്രാപിച്ചിട്ടുള്ളവര് 100 കൊല്ലമായി കേരളത്തിൽ ആരാധന വന്നിട്ട് ആരുണ്ട്? എന്നല്ല, ഹരിയൻ അങ്ങോട്ട് ചെന്ന് നോക്കി, ഒറീസ ചെന്ന് നോക്ക്, ജാർഖണ്ഡിൽ ചെന്ന് നോക്ക്, യു പി ചെന്ന് നോക്ക്, ബീഹാറിൽ ചെന്ന് നോക്ക്. ആൾക്കാർ ഒന്നും അറിയാൻ മേലാത്തായ പാവങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് സൗഖ്യമായിട്ട് അവരെന്ത് ചെയ്യുക? ദൈവത്തെ ആരാധിക്കുക. മലയാളി പറയാണ്, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പറയാറുണ്ട്, കുമ്മനാടുള്ളതായ റാന്നി പത്തനംതിട്ട ഞങ്ങൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ബന്ധുക്കോസ് തിങ്ങി താമസിക്കുക. ഞങ്ങളുടെ നെഞ്ചിൽ വിരിമാറിൽ ചവിട്ടിക്കൊണ്ടാണ് ശരണം വിളിച്ചുകൊണ്ട് മലയിൽ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ വർദ്ധിച്ചു വരുന്നത്? കാരണം ബന്ധുക്കോസുകാർ ഉറങ്ങുകയാണ്. അവരുറങ്ങി. അവർ പൊളിറ്റിക്സ് കളിക്കുക. സ്ഥാനത്തിന് വേണ്ടി പണം കൊടുത്തിട്ട് അടിയും വേഗങ്ങളും ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന് വിടുതൽ നടക്കും? കർത്താവ് പറയാണ്, കല്ലുകളാർക്കും, കല്ലുകളാർക്കും, കല്ലുകളാർക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മീയ ഗ്രഹത്തിൽ എന്ത് നടക്കണം? പ്രൈസ് ദി ലോർഡ്. എന്താ? ഒന്ന്, യേശുക്രിസ്തു കർത്താവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. 2, നമ്മൾ എന്ത് ചെയ്താലും ആ ദൈവത്തിന് പ്രസാദമായിരിക്കണം. 3, അവർ യേശുവിനെയാണ് നമ്മളെന്ന് പ്രതിനിധീകരിക്കുന്നത്. യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. 4, എന്താണ്? അവിടെ ലൈഫ് ഉണ്ട്, അവിടെ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്തുണ്ട്? ലൈഫ് ഉണ്ട്, വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. ദൈവങ്ങളെ, എന്താണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്താണ്? നമ്മളൊരു പരീക്ഷന്മാരെ പോലെ പ്രൈസ് ദി ലോർഡ് ഇതിനെല്ലാം ഡിനൈ ചെയ്തിട്ട് ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹമായി മാറാനാണോ ആഗ്രഹിക്കുന്നത്? അതോ എൻ്റെ തീരുമാനം എന്താണ്? 2012 കൂടുതൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എന്നെ ഒരു പാസ്റ്ററും കൈയടിച്ച്, എന്നോട് ഒരു പാസ്റ്ററും പറയേണ്ട ആവശ്യമില്ല കൈയടിച്ച് ആരാധിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ്. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയവും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ സ്തുതികളും സ്തോത്രമായി കാണും. ആരും പറഞ്ഞില്ലെങ്കിലും, ആരാധന എന്നൊരു സുഖമില്ലായിരുന്നെങ്കിലും, പാട്ടുകൾ നല്ലതല്ലായിരുന്നെങ്കിലും, ദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, സാഹചര്യം എന്ത് തന്നെ ആയിരിക്കൊള്ളട്ടെ, കഷ്ടത നടുവിൽ കൂടി നടന്നാലും അവൻ എന്നെ ജീവിപ്പിക്കും, അവൻ എന്നെ ബലപ്പെടുത്തും. അവൻ എൻ്റെ കർത്താവാണെങ്കിൽ, അവൻ എൻ്റെ കർത്താവാണെങ്കിൽ, അറക്കപ്പെട്ട കർത്താവ് യോഗ്യനാണെങ്കിൽ, ഹല്ലേലൂയ, ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വീണ്ടെടുപ്പാൻ നിൽക്കണം. കരുണയില്ലാതെ എനിക്ക് കരുണ കാണിച്ച കർത്താവ്, പാപിയെ എന്നെ രക്ഷിച്ച കർത്താവ്, അതിക്രമങ്ങളും പാവങ്ങളും മരിച്ച കർത്താവ്, ഞാൻ കോപത്തിന്റെ മകനായിരുന്നു എന്നെ ഈ കൃപയിലേക്ക് കൃപയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നെങ്കിൽ അവന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെ മൗനമായിരിക്കും? അവന്റെ സന്നിധി ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ, ആലയത്തിലേക്ക് ഞാൻ വരുമ്പോൾ, അവന്റെ ആലയമായി ഞാൻ വരുമ്പോൾ, അവന്റെ ആലയമാണ് ഞാൻ, അവന്റെ ശരീരമാണ് ഞാൻ. ഇതിനൊരു പ്രാർത്ഥനാലയമാണ്. ഇതിൽ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിടുതലും എൻ്റെ ഉള്ളിൽ ജീവനും വ്യാപരിച്ചുകൊണ്ടിരിക്കും. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. യേശു ക്രിസ്തു എല്ലാവരിലും എല്ലാമായി മാറട്ടെ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവപ്പെടുകയാണ്. ഹല്ലേലൂയ. ഫുള്ളി ഡെവലപ്പ് എന്നതിന്റെ അർത്ഥം യേശു നമ്മൾ ഫുള്ളി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ ജനനം മുതൽ വേർതിരിച്ച കർത്താവ് യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അനേകരുടെ പ്രശ്നം യേശു ക്രിസ്തു ആരെന്ന് ഇതുവരെ അറിയത്തില്ല. യേശു ക്രിസ്തു വലിയ മർമ്മമാണ്, അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, ഇത് വെളിപ്പാടിനെ കിട്ടത്തുള്ളൂ. പൗലോസ് പറയാൻ, വെളിപ്പാടിനാൽ എനിക്ക് യേശുവിനെ അറിയാൻ വന്നു. ഈ ദിവസങ്ങളിൽ ഈ 2013 2012 യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ട് അവനെ ആരാധിക്കുമ്പോൾ, അവനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അവനെ നമ്മൾ ബഹുമാനിച്ച് ജീവിക്കുമ്പോൾ ദൈവം ജനത്തെ ഇവിടെ കൊണ്ട് കർത്താവിന്റെ ദാസനെ ഇവിടെയുള്ള സഭയിൽ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക.